വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. ഈ പുസ്തകം വാങ്ങുവാനെങ്കിലും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനെങ്കിലും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം വാങ്ങുവാനെങ്കിലും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനെങ്കിലും സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും കഴിയായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നതായി കണ്ടു. താഴോട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ വായിച്ചത്, അവൻ വന്നു സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഒരു സംഘഗാനം പാടി. അതാണ് നമ്മളിവിടെ വായിച്ചത്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ യോഗ്യൻ, നീ യോഗ്യൻ. യോഗ്യൻ ആരുള്ളൂ? നീ യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. ഇന്ന് പറയാൻ പോണ വിഷയം യോഗ്യനായി തീർന്ന ക്രിസ്തു. യോഗ്യനായ ക്രിസ്തു. അയോഗ്യന്മാർ ധാരാളം ഉള്ളപ്പോൾ സ്വർഗം പ്രഖ്യാപിച്ച ഒരേ ഒരു യോഗ്യൻ അവനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലുള്ളപ്പോൾ അനേകര് യോഗ്യനല്ലെന്ന് പറഞ്ഞ ഭാഗം ഇതിനകത്തുണ്ട്. തനിക്ക് മുമ്പായി 6 മാസത്തിനു മുമ്പ് കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ യോഹന്നാനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാരും യോഹന്നാനേക്കാൾ വലിയവനല്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെല്ലാം നിൽക്കുമ്പോൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ യോഹന്നാനാ. ആ യോഹന്നാനാ പറയുന്നത്, ഞാൻ നിന്റെ മുൻപിൽ യോഗ്യനല്ല. ഒരിക്കൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയുണ്ട്, അത്, ഗുരു, നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. അതുകൊണ്ട് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ വേലക്കാരന് അല്ലെങ്കിൽ എൻ്റെ ബാല്യക്കാരന് സുഖം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് സൗഖ്യം കൊടുക്കുകയായിരുന്നു. ഈ ശ്രേഷ്ഠനായ ഉദ്യോഗസ്ഥനും പറയുക, ഞാൻ യോഗ്യനല്ല. ഒരിക്കൽ നാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പയ്യൻ, നാട്ടുകാരിട്ട പേരാ മുടിയംപുത്രൻ. അവൻ്റെ പേര് ഈ പുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. അവൻ്റെ പേരില്ല, അവൻ്റെ അപ്പൻ്റെ പേരില്ല, അവൻ്റെ ചേട്ടൻ്റെ പേരില്ല, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ രൂപമ്മയാ. അപ്പോൾ ഒരു കാര്യം തറപ്പിക്കാനായിട്ട് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. അപ്പോൾ അയാള് മടങ്ങി വന്ന്, വീട് വിട്ടുപോയവൻ മടങ്ങി വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അപ്പാ, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ അയോഗ്യന്മാരുടെ വലിയൊരു നിര നാം ഈ പുസ്തകം വായിച്ചാൽ കാണാനുണ്ട്. ഈ അയോഗ്യന്മാരുടെയൊക്കെ ഇടയിൽ യോഗ്യനായി ഒരേ ഒരുവനെ സ്വർഗത്തിലെ ദൈവം പ്രസ്താവിക്കുന്നു. അതേ, 24 മൂപ്പന്മാർ പ്രസ്താവിക്കുന്നു, 4 ജീവികൾ പ്രസ്താവിക്കുന്നു. അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ യോഗ്യൻ. പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഒരു പഴയ പാട്ടിൻ്റെ പല്ലവിയോടുകൂടി നമ്മൾ ആരംഭിക്കും. എല്ലാവരും കൈയടിച്ച് ഒരുമിച്ച് ആത്മാർത്ഥയോടുകൂടി പാടണം. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒറ്റ പൈസയും തരാനില്ല.
എന്നോട് പിണങ്ങി ആരും ഇരിക്കുകയും വേണ്ട. നിങ്ങൾക്കാർക്കും ഞാൻ ഒരു പൈസയും തരാനില്ല, നിങ്ങളാരും എനിക്കും പൈസ തരാനില്ല. പിന്നെ എന്തിനാ ഈ മസിലും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ട് ഒന്ന് അയഞ്ഞു പിടിച്ച് കൈയൊക്കെ അടിച്ച് പല്ലവി പാടണം. ഏതാ പല്ലവി എന്നോ? ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. തുതിച്ചിടം വെള്ളത്തിനിരച്ചിൽ പോൽ ശബ്ദത്താൽ തുതിച്ചിടം. ലഭിച്ചോർന്നാം തുതിച്ചിടുവോ അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർന്നാം മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ മാധുര്യരാഗമ ഗീതങ്ങളാലേ. ഓ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ തുതിച്ചിടം വെള്ളത്തിൽ വിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധ സഭയെ. തുതിച്ചിടം വെള്ളത്തിൽ ഓ ദയ ലഭിച്ചോർന്നാം തുതിച്ചിടുവോ അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർന്നാം ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ യോഗ്യനായ ക്രിസ്തു. യോഗ്യനാരുള്ളൂ? നീ യോഗ്യൻ. ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷ വിഭജിക്കുകയാണ്. യോഗ്യനായ ക്രിസ്തു. ഒന്ന്, രക്ഷിപ്പാൻ നീ യോഗ്യൻ. രണ്ട്, വീണ്ടെടുപ്പാൻ നീ യോഗ്യൻ. മൂന്ന്, നീ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. നാല്, നീ യോഗ്യ മണവാളൻ. അഞ്ച്, നീ ന്യായം വിധിക്കുവാൻ യോഗ്യൻ. ഈ അടുക്കിലായിരിക്കും ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നത്. കൃപയാൽ ഇതെൻ്റെ പ്രഭാഷണ ജീവിതത്തിൻ്റെ 54ാമത് വർഷമാണ്. കഴിഞ്ഞ ഒരു 10-35 വർഷം കൊണ്ട് പാമ്പാടിയിൽ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അന്ന് വന്നിട്ടുള്ള പലരും മരിച്ചു പോയവരുണ്ട്, ചെറുപ്പമായിരുന്ന പലരും പ്രായമുള്ളവരായി വന്നിട്ടുണ്ട്. ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ ആൾ കൂടിയതും പ്രസംഗിച്ചതും അന്തർദേശീയയുടെ കൺവെൻഷനായിരുന്നു. പാസ്റ്റർ എ. ചാക്കോ താൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ ജീവചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ട കൺവെൻഷനാണ്. കാരണം ഒരു രാത്രിയിൽ 2 കൺവെൻഷന് പ്രസംഗിച്ചത് അവിടെയാണ്. ഞാൻ രാത്രി 9:30 വരെ പാക്കിലെന്ന് പറയുന്ന സ്ഥലത്ത്, അന്ന് ഈ യാക്കോബായിൽ നിന്നും മാർത്തോമായിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, അവർ വിളിച്ചൊരു കൺവെൻഷൻ നടത്തി. ഞങ്ങൾ ടീമായിട്ടുണ്ടായിരുന്നു. 9:30 മണിയായപ്പോൾ ഇവിടുന്ന് കാർ അവിടെ വന്നു. ഞാൻ ആരോടും പറയാതെ പ്രസംഗം നിർത്തിയിട്ട് പാട്ട് പാടാൻ ടൈം കൊടുത്തേച്ച് പതുക്കെ ഇറങ്ങി. എൻ്റെ ടീം അവിടെ പാടിക്കൊണ്ടിരുന്നത് ഗോസ്പൽ മെലഡീസ് ചെങ്ങന്നൂർ. ഞാൻ പതുക്കെ ഇറങ്ങി ഈ കാറെ കയറി. ഇവിടെ വന്നപ്പോൾ മണി 10. ആരും പോയില്ല. ചിലരൊക്കെ റോഡിൽ ഇറങ്ങി നിൽപ്പുണ്ട്. കാറ് വരുന്ന കണ്ടുകൊണ്ട് എല്ലാവരും തിരിച്ചു കയറി. അങ്ങനെ 10 മണി മുതൽ 11:30 വരെ അവിടെയും പ്രസംഗിച്ചു. 2 ഇടത്തുനിന്നും ഒന്നും കഴിച്ചിട്ടില്ല. ഒരു തുള്ളി വെള്ളം തരണമെന്ന് പോലും ഈ ഭാരവാഹികൾക്കാർക്കും തോന്നിയിട്ടുമില്ലായിരുന്നു. പിന്നെ അന്ന്
എൻ്റെ നല്ല ചെറുപ്പമായിരുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ദൈവം തന്നു. കൃപയാൽ അവിടെയും പ്രസംഗിച്ച് 11:30 ആയപ്പം അതേ വണ്ടിയെ കയറി തിരിച്ച് അങ്ങ് പാർക്കിൽ ചെന്നപ്പോൾ അവിടെ അവരെല്ലാം കഴിച്ചേച്ച് റെഡിയായിട്ടിരിക്കുക പോകാൻ. വണ്ടി ഓടിക്കേണ്ടത് ഞാൻ തന്നെ. ഈ 2 പ്രസംഗവും കഴിഞ്ഞ് ആഹാരവും കഴിക്കാത്ത ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ചെങ്ങന്നൂർ വരെ. ഇത്രത്തോളം എന്നെ നിർത്തിയ ദൈവത്തിന് 1000 സ്തോത്രം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇന്ന് രാത്രിയിലും ഈ തിരുവചനവും എന്തിക്കൊണ്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. നീ യോഗ്യൻ. ഒന്ന്, നീ രക്ഷിപ്പാൻ യോഗ്യൻ. ക്രിസ്തു യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. തെളിവ് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് പാടിയ ഒരു സംഘഗാനം അവിടെ വായിക്കുന്നുണ്ട്. വായിച്ചാട്ട് കുഞ്ഞേ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ആമേൻ. ഇത് ജനിച്ചതിന് ശേഷം ആട്ടിടയന്മാർ പറഞ്ഞ വാക്കാണെങ്കിൽ ജനനത്തിന് മുമ്പേ മറിയമ്മനോട് പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ മറിയം ഏകയായിരിക്കുമ്പോൾ സ്വർഗത്തിലെ മാലാഖ ഇറങ്ങി വന്ന് പറഞ്ഞ വാക്കുകൾ വായിക്കാം. ഒരാളെ വായിക്കാവുന്നില്ല, എടുത്തവരാരും വായിക്കും. വായിരുമളെ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ആമേൻ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ജനനോദ്ദേശം തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒറ്റ വിഷയമാണ്. താൻ ജനിക്കുന്നതിന് മുമ്പ്, അവതരിക്കുന്നതിന് മുമ്പ്, ഒരു 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇതേ വാക്കുകൾ പ്രവചനക്കുന്നിൽ കയറി എത്തി നോക്കി വിളിച്ചു പറഞ്ഞതാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ആമേൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ആമേൻ. തിരുവചന സാക്ഷ്യം പലതെടുത്ത് പറയുവാനുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യത്തിൽ ക്രിസ്തു യേശുവിനെ ശക്തമായി ഊന്നിക്കൊണ്ട് പറയുന്ന വാക്ക് വായിച്ചു നോക്കൂ, കേൾക്കൂ, വായിച്ചാട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ലീഡറായി വർക്ക് ചെയ്യുന്ന കർത്തൃദാസൻ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടും അവരുകൾ പ്രസംഗിക്കുന്ന വേദികളിലെല്ലാം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബുകളെല്ലാം എവിടെ പ്രസംഗിച്ചാലും ഈ വാക്യം ഉദ്ധരിക്കാതെ താൻ നിർത്താറില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതേ രക്ഷിതാവായി പറയുന്ന ക്രിസ്തു യേശു അതേ അധ്യായത്തിൽ, അതേ പുസ്തകത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 31-ാമത് വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയോട് പറയുന്ന ഒരു പ്രത്യേക ഭാഗം
നമുക്കവിടെ വായിക്കാനുണ്ട്. ക്രിസ്തു രക്ഷിതാവാണ് എന്ന് തെളിയിക്കുന്ന 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ, വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് തിരുവചനം ശ്രദ്ധിക്കുന്നവർ, ഈ ക്രമീകരണങ്ങളുടെയൊക്കെ സഹായത്തോടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്നവർ, ഇന്ന് വരെയും ക്രിസ്തു യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരോടായി ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ക്രിസ്തു യേശുവിലേക്ക് കടന്നു വന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. രക്ഷ അനുഭവിച്ചു. എന്താ ഈ രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതല. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള ശിക്ഷ എന്താ? പിന്നെ ലോകം മൊത്തം ഒരു യുദ്ധത്തിൻ്റെ കെടുതി, വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കുക. അനങ്ങാതിരുന്നവരൊക്കെ രംഗപ്രവേശം ചെയ്ത് അവിടെ ഇവിടെയൊക്കെ അടി തുടങ്ങിയിരിക്കുക. ഇന്ന് രാവിലെ മനസ്സിലായത്, അമേരിക്കയും അടി തുടങ്ങി. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് അവർ റെഡിയായി, അടി തുടങ്ങിക്കഴിഞ്ഞു. ഇത് പെട്ടെന്ന് നിൽക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ പിൻപിൽ ഒരു വലിയ സത്യം നടക്കും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. കാരണം ഇതൊക്കെ ഈ തിരുവചനത്തിൽ പറഞ്ഞത് അതുപോലെ നിറവേറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടരുത്. അത് അവസാനമല്ല, പിന്നെ കാര്യങ്ങളുടെ ആരംഭമാണ്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. തുടങ്ങി. നമ്മുടെ പ്രത്യാശ വിഷയം അടുത്തടുത്ത് വരുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നിറവേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏതു സമയത്തും കാഹളം ധ്വനിക്കാം. അതുപോലെ അടുത്തു നിൽക്കുകയാണ് ഞാനും നിങ്ങളും. ജീവിതത്തിൻ്റെ വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തുകൊണ്ട് നിൽക്കുവാൻ ഇതിനിടയിൽ ഉത്ബോധനം കൂടെ തരികയാണ്. രക്ഷിതാവായി ജനിച്ച ക്രിസ്തു യേശു. രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ ദൈവത്താൽ നൽകപ്പെട്ട മറ്റൊരു നാമം ഇല്ല. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ദ്യനാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ദ്യനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം. ഏഴെനിക്കും ശ്രീയേശുനാമം അതിശയനാമം. ഏഴെനിക്കും നാമം. ഓ എല്ലാ നാമത്തിലും മേലായ നാമം. ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ഓ
പാപത്തിന് പരിഹാരം വരുത്തുവാൻ പരമോന്നതങ്ങളിലെ പാരിടത്തിലേക്ക് അവതരിച്ച പരിശുദ്ധനായ ക്രിസ്തുയേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം എഴുതി ചേർക്കുവാൻ ഉലകത്തിലില്ല. എന്താ പാപപരിഹാരന്റെ പ്രത്യേകത? പാപമില്ലാതെ ജനിച്ചവൻ, പാപി അല്ലാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്തവൻ. ഒരിക്കൽ വട്ടമിട്ട് നോക്കിക്കൊണ്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തി തരാം? അന്ന് ഒരൊറ്റ ഒരുത്തൻ രംഗത്തേക്ക് വന്നില്ല, ഞാൻ ബോധം വരുത്താവുന്നല്ലോ. ഇന്ന് ആർക്കും അത് ചോദിക്കാനുള്ള തൻ്റെ ഇടമില്ല. എൻ്റെ കർത്താവിനൊപ്പം വെക്കാൻ കൊള്ളാവുന്നവരാരും ഇവിടെ ഇല്ല, ഉലകത്തിൽ ജനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമത്തെക്കുറിച്ച് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. ഇന്ന് രാത്രിയിലും ഈ ഭാഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതെ, അവൻ രക്ഷിപ്പാൻ യോഗ്യൻ. അവൻ രക്ഷിപ്പാൻ യോഗ്യൻ. 2, അവൻ വീണ്ടെടുപ്പാൻ യോഗ്യൻ. ഒരു വാക്യം വായിക്കൂ. 1 കൊരിന്തി 1-ാം അധ്യായം അതിൻ്റെ 30-ാമത് വാക്യം. 1 കൊരിന്തി 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും. ഒന്നുകൂടെ വായിച്ചാൽ ആ മൈക്കിന്റെ ഓളയം കുറയ്ക്കരുത് കേട്ടോ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഈ 4 കാര്യങ്ങൾ ഒരു വ്യക്തിയിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാട്ടുപാടി സ്തോത്ര കാഴ്ച എടുക്കും. അതിനുശേഷം ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗം പ്രസംഗിക്കും. ഇതിനിടയിൽ ഇടയ്ക്ക് 1-2 കസേരകൾ കിടപ്പുണ്ട്. ഒന്നുകിൽ ഭാരവാഹികൾ അതെടുത്ത് ബാക്കിലിട്ട് കൊടുക്കണം. ആളുകൾ ഇത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക, ആളൊഴുകിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്നാ ചെയ്യുന്നത്? മേളിൽ കയറി ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ നേരത്തെ മേളിൽ കയറി ഇരുന്നത് കൊണ്ട് അവർക്ക് ഭാഗ്യമായി. മേളിൽ കസേര ഒഴിവുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് എടുത്ത് താഴെ ഇട്ട് കൊടുക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കണേ. പാട്ടുപാടി സ്തോത്ര കാഴ്ചയ്ക്ക് സമയമെടുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് കുറച്ചും പ്രൈസ്. കഴിഞ്ഞ ദിവസം ആലപിച്ച മനോഹരമായൊരു ഗാനമാണ്, ഒരു ഈസ്റ്റേൺ സോങ്. വീണ്ടും ആലപിക്കണമെന്ന് പലർ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിനായി അത് ആലപിക്കുന്നു. പ്രാർത്ഥന പുരസ്സരം ശ്രമിച്ചാലും പ്രൈസ് പ്രൈസ്.
പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ, പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ, പാദാരവിന്ദമേ പരനേ ഗതിയേ, പാദാരവിന്ദമേ പരനേ ഗതിയേ, പാലയ മാം പരമേശ കുമാര, പാലയ മാം പരമേശ കുമാര, പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ. ലോകരക്ഷാകര ശോക നിവാരണ, ലോകരക്ഷാകര ശോക നിവാരണ, ആകുലമാകവേ പോക്കും സർവേശ, ആകുലമാകവേ പോക്കും സർവേശ, ആധാരമാറ്റവർക്കാലം വനമേ, ആനന്ദദായകനേ മനുവേല, പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ. നീതിയിൻ സൂര്യനെ കരുണാകരനെ, നീതിയിൻ സൂര്യനെ കരുണാകരനെ, ആദിയനാദിയൻ താതനും നീയേ, ആദിയനാദിയൻ താതനു നീയേ, താതസുതാത്മനെ പരികീർത്തനമേ, പാദമതിൽ പണിയുന്ന കമാമേ, പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ, പാദാരവിന്ദമേ പരനേ ഗതിയേ, പാദാരവിന്ദമേ പരനേ ഗതിയേ, പാലയ മാം പരമേശ കുമാര, പാലയ മാം പരമേശ കുമാര, പരമദയാലു പാദം വന്ദനമേ, പാലയ ദേവാ പാദം വന്ദനമേ, പരമദയാലു നല്ല പഴയ ഒരു ഗാനം വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. ഒരിക്കൽ കൊടുന്ന് കൈ കൊടുച്ചാട്ട്. പ്രൈസലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി നമുക്ക് വേണ്ടി അവതരിച്ച ശ്രേഷ്ഠനാണ് ക്രിസ്തു. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നതിന് മുമ്പ് എന്താ വീണ്ടെടുപ്പ് എന്നൊന്ന് പറയാം. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്
നഷ്ടപ്പെട്ടു പോയതിനെ നടപടി നടത്തി മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന പ്രക്രിയയ്ക്കാണ് വേദപുസ്തക ഭാഷയിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യത എന്താ എന്ന് ഈ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ന്യായപ്രമാണ പുസ്തകമായ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം പ്രാരംഭമായി വായിക്കണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 25-ാമത് വാക്യം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം. സഹോദരൻ വിറ്റത് ചാർച്ചക്കാരൻ വന്ന് വീണ്ടുകൊള്ളേണം. ഇനി 47 മുതൽ 49 വരെ. നിന്നോട് കൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന്റെ അവന്റെ പിതൃവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ ഒന്ന് വകയുള്ളവനായിരിക്കണം, വീണ്ടെടുക്കാൻ വകയുണ്ടായിരിക്കണം. വീണ്ടെടുപ്പുകാരൻ രണ്ട് അവൻ ചാർച്ചക്കാരനായിരിക്കണം. വീണ്ടെടുപ്പുകാരൻ മൂന്ന് അവൻ്റെ സഹോദരനായിരിക്കണം. ഇങ്ങനെ കണക്കുള്ളവൻ, കാര്യപ്രാപ്തി ഉള്ളവൻ, കഴിവുള്ളവൻ, അങ്ങനെ ഒരുവനായിരിക്കണം വീണ്ടെടുപ്പുകാരനായി കടന്നു വരേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ വകകളെല്ലാം ഒത്തിണങ്ങിയ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവാണ്. ഇനി പഴയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പിനെ അല്പം കൂടെ നമ്മളൊന്ന് പഠിച്ചാൽ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിരതദ്രവ്യം വീണ്ടെടുപ്പ് വിലയായി കെട്ടിവെക്കണമായിരുന്നു. അത് പ്രത്യേകിച്ച് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക ഉപദേശമാ, അതിന് ചട്ടമാ. വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം ഓരോരുത്തനും. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കേൽ കൊടുക്കണം. 1/2 ശേക്കേൽ വീതം കൊടുക്കണം. പിന്നെ ശേക്കേൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കേലിൽ അധികം കൊടുക്കരുത്. കാശ് കൂടുതലുണ്ടെന്നും വേണ്ട, കയറ്റി വെക്കരുത്, വില വെക്കാൻ നീ ആളല്ല. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. നിവർത്തിയില്ല മണ്ട് കുറയ്ക്കുകയും അരുത്. ദരിദ്രന്റെയും ധനവാന്റെയും വീണ്ടെടുപ്പ് ഒരേ തൂക്കമായിരിക്കണം. അത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന. പിന്നെ ഈ പ്രായശ്ചിത്ര ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. ഇനി 38-ാം അധ്യായം എടുത്ത് നമ്മള് ആ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ കൂടെ വായിക്കണം. 38-ന്റെ 25, 26, 27. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ഷേക്കേലുമായിരുന്നു. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,3550 പേരിൽ ഓരോരുത്തര് ഓരോ
അങ്ങോട്ട് തറയെ കുത്തിയിരുന്നങ്ങ് ആരാധിച്ചതാ. അന്ന് അവർ പാടിയതായി ഈ പാട്ടൊക്കെ. അതുകൊണ്ട് കൈയുള്ളവരൊക്കെ കൈയടിച്ച് ഒന്ന് പാടണം. അതിനാ ഞാനതങ്ങ് നിർത്തിച്ച ഒന്നുകൂടെ പാടാനാ. ഏതാ? വെറും വെള്ളി അല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മറുവിലയായി എൻ പേർക്ക് യാഗമായി തീർന്നവനാം ദൈവ കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. ഒരുമിച്ച് ചേർന്ന് ഈ അനുഭവമുള്ളവര് ചേർന്ന് അടിച്ച് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ ഹല്ലേലൂയ, പൊൻവീര്യമോ അല്ല മറുവിലയായി, പൊൻവീര്യമോ അല്ല എൻ പേർക്കു യാഗമായി തീർന്നവനാം, എൻ പേർക്കു യാഗമായി ഹല്ലേലൂയ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്ന രക്തത്താൽ എന്നെ വീണ്ടെടുത്താൽ ദൈവ ഞാൻ പാടുമെന്നാളിനെ കുഞ്ഞാട്ടിൻ വിലയേറുന്ന രക്തത്താൽ എന്നെ എടുത്തു, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്ന രക്തത്താൽ എന്നെ വീണ്ടെടുത്തതിനാൽ ഞാൻ പാടുമെന്നാളിനെ ആമേൻ. വിലയേറുന്ന രക്തത്താൽ എന്നെ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്ന രക്തത്താൽ എന്നെ വീണ്ടെടുത്തതിനാൽ. അവിടെ ഇരിക്കുന്ന ആരുടെ മൈക്ക് ഓഫ് ചെയ്യരുത്, അത് അവർ തന്നെ ചെയ്തോളും. ഓക്കെ? അപ്പോൾ ദൈവ കുഞ്ഞാടായ ക്രിസ്തുയേശുവേ നീ യോഗ്യൻ, കാരണം നീ അറുക്കപ്പെട്ടത് കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ഒരിക്കലേ ഇസ്രായേലിൽ ഒരു വീണ്ടെടുപ്പ് പ്രശ്നമുണ്ടായി. അത് ആ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മോവാബ് ദേശത്ത് നിന്ന് ഐക്യരാമന അമ്മാവിയമ്മയോട് കൂടെ വന്നവൾ രൂത്ത് സുന്ദരിയ, ശ്രേഷ്ഠയ. അപ്പോൾ അവൾ കളത്തിലേക്ക് വന്നു. അവൾ കളത്തിൽ ഗോതമ്പ് കൂട്ടിയിരുന്നിടത്ത് അവിടെ വന്നു. അന്ന് രാത്രിയിൽ ബോവസ് കളത്തിൽ യവൻ തൂറ്റുകയായിരുന്നു. അവനൊരു വാക്ക് കൊടുത്തവൾക്ക്, നാളെ നിന്റെ കാര്യത്തിനൊരു പൊറുതി വരുത്തി തരാം. എന്നെക്കാൾ അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്, അവൻ നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്നെങ്കിൽ വീണ്ടെടുക്കട്ടെ, ഇല്ലെങ്കിൽ യഹോവയാണ് ഞാൻ നിന്റെ കാര്യം നിവർത്തിച്ചു തരും. അപ്പോൾ അവൾ പോയി കിട്ടിയ 6 അടങ്ങഴയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവൾ പോയി. പിറ്റേ ദിവസം പട്ടണവാതിക്കൽ ഇറങ്ങിയിരുന്ന ബോവസ് അതുവഴി കടന്നുപോയ ആ അടുത്ത ചാർച്ചക്കാരനെ വിളിച്ചു പറഞ്ഞു, എടോ ഇവിടെ കയറി വന്ന് ഇരിക്കാം. ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ നവോമിയുടെ വസ്തുവൊക്കെ അന്യാധീനപ്പെട്ട് കിടക്കുന്നു, അതൊന്ന് വീണ്ടെടുക്കാൻ നിങ്ങളാണ് ഒന്നാമത്തെ ആള്. നിങ്ങൾക്ക് വയ്യാങ്കിൽ ഞാനത് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് വീണ്ടെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാനാണ് വിളിച്ചത്. ഇവൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഞാൻ വീണ്ടെടുക്കാം, ഞാൻ വീണ്ടെടുക്കാം. അയ്യോടി, എത്ര കിട്ടിയാലും വാങ്ങിക്കുന്ന പുള്ളികളുണ്ട്. ആ നിലം മൊത്തം തന്നേരും, ഞാനതിനെ വേണ്ടത് ഏർപ്പെടുത്തി ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ നമ്മുടെ ബോവസ് പറഞ്ഞു, വേറൊരു ചെറിയ ഉടക്കൂടുണ്ട് ആശാനെ. അതെന്നാ? മഹ്ളോൻ്റെ ഭാര്യ മോവാബ് ദേശത്തിൽ നിന്ന് വന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്, അവളുടെ പേര് രൂത്തെന്ന. അവളെ കൂടെ വീണ്ടെടുക്കണം. അല്ല, വസ്തു മാത്രം വഹിച്ചാൽ പോരാ. അപ്പം ഇയാൾ പറയുകയാണ്, അതെനിക്ക് പറ്റത്തില്ല. അതെന്നാ? അവൾ വേറെ നാട്ടുകാരിയാ, വേറെ ജാതിക്കാരിയാ. കണക്ക് പറഞ്ഞു വന്നാൽ ശാപം കിട്ടിയ വർഗമാ. കാരണം ഒരു അമ്മോന്യനെങ്കിലും ഒരു മോവാബ്യനെങ്കിലും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ ബാക്കി പറ സഹോദരിമാരെ, അവൻ്റെ എവിടാ? പുസ്തകം വായിക്കത്തില്ല. നിങ്ങളുടെ എല്ലാം വേദപുസ്തകം പിടിച്ച് നോക്കിയാൽ അറിയാം.
നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ നടുവ് ഇങ്ങനെ ഉന്തി വരുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ രാവിലെയും വൈകിട്ടും എല്ലാം ആ സങ്കീർത്തനമാണ് പിടിച്ചിട്ട് ഈ പൊളിക്കുന്നത്. അത് കണ്ടാലറിയാം. അവൻ്റെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കാണരുത് എന്ന് ശാപം കിട്ടിയ വർഗം. ശാപം കിട്ടാൻ കാരണമുണ്ട്, അതിപ്പോൾ പറയാൻ എനിക്ക് മനസ്സില്ല. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ച് നോക്കി കണ്ടുപിടിച്ചോണം. അവൻ്റെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത്. ശപിക്കപ്പെട്ട് വർഗത്തെ വീണ്ടെടുക്കുവാൻ എനിക്ക് പറ്റത്തില്ല, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ബോവസ് പറഞ്ഞു, എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യും, ചെരുപ്പ് ഇങ്ങോട്ട് അഴിക്കാം. ചെരുപ്പ് ഇങ്ങോട്ട് അഴിച്ചു വയ്ക്കടൂ. ചെരുപ്പ് അഴിച്ചു വെക്കെന്ന് പറഞ്ഞാൽ അവകാശം കൊടുക്കുക. അവകാശം ബോവസിന് കൊടുത്തു, അവൾ വീണ്ടെടുത്തു. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ എവിടെ പേരും ചേർന്നെന്ന് ബോവസ് രൂത്തിൽ ആരെ ജനിപ്പിച്ചു? അങ്ങനെ തന്നെയാണോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ വംശപരമ്പരയിൽ ക്രിസ്തു യേശുവിന് വല്യമ്മയായിട്ട് വരും ഈ ശവിക്കപ്പെട്ടവളുടെ ഈ രൂത്ത്. അങ്ങനെ ഇങ്ങോട്ട് ക്രമപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ വീണ്ടെടുപ്പിന്റെ രേഖ ചമച്ചു വന്നപ്പോൾ സാക്ഷാൽ വീണ്ടെടുപ്പുകാരന്റെ പുറപ്പാടിനു വേണ്ടി ഇവളെയും ഉപയോഗിക്കുകയായിരുന്നു തമ്പുരാൻ. ഇന്ന് രാത്രിയിൽ ആമേൻ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ദൈവത്തിങ്കൽ നിന്ന് നീയേ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. നീയേ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ നീതിയും ശുദ്ധിയും ജ്ഞാനവും വിശുദ്ധിയും വീണ്ടെടുപ്പുമായി ഭവിച്ചിരിക്കുകയാ. ആ വീണ്ടെടുപ്പുകാരനാണ് ഇവിടെ യോഗ്യനായി വെളിപ്പെട്ട് നിൽക്കുന്നത്. സിംഹത്തെ കാണാനാ തിരിഞ്ഞു നോക്കിയത്. കാരണം യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പരസ്യ പ്രഖ്യാപനം ചെയ്തപ്പോൾ സിംഹത്തെ കാണുവാനായി നോക്കിവൻ കണ്ടത് ഒരു കുഞ്ഞാടർക്കപ്പെട്ട പോലെ നിൽക്കുന്നതായി കണ്ടു. ഇന്നലെ കണ്ട് ഒരു പൊന്നും കൊടുത്ത ആന അങ്ങ് കർണാടകത്തിൽ നിന്ന് ചാടിപ്പറിഞ്ഞ്, അത് പണ്ടൊരിക്കൽ വന്നപ്പോൾ ഇവിടെ നല്ല സ്വീകരണമൊക്കെ കിട്ടിയുണ്ട്, അത് പിന്നെയും വന്നതാ. ഇപ്പം തിരിച്ചു പോയത് അങ്ങോട്ട് വണ്ടിക്ക് പോയി. ഇപ്പോൾ നിലത്തിന് വളമായിട്ടുണ്ട്. ചത്തുപോയി. ആന ചത്താൽ ചാകുക എന്നല്ല പറയുന്നത്, ചരിയുക എന്നാണ് പറയുന്നത്. ആന ചരിഞ്ഞു. അയ്യോ, ആൾക്കൂട്ടമൊക്കെ ഒന്ന് കാണണം ടി വിക്കകത്ത്. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഇത് ആനയല്ല, പിന്നെ സിംഹം, സാക്ഷാൽ മൃഗരാജാവ്. അവനെ കാണാനാ നോക്കിയപ്പോൾ സാക്ഷാൽ സിംഹമായവൻ ഒരു കുഞ്ഞാട് പോലെ കുരളിറക്കപ്പെട്ടവനായി, രക്തം ചിന്തിയവനായി, അവസാനത്തെ തുള്ളി രക്തവും മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഊറ്റിക്കൊടുത്തവനായി നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ഭവിച്ചു. കരകൾ വീശി വീശി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. തെളിവ് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 7-ാമത് വാക്യം കുറിച്ചെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തം നോട്ട് അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരവസരം കിട്ടിയാൽ നിങ്ങളിത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കണം. കാരണം തിരുവചനം ദൈവം നമുക്ക് തന്നത് മറ്റുള്ളവരോട് പറയാനായിട്ടാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ആമേൻ. അവനിൽ അവന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. എന്താ രക്തത്തിന്റെ പ്രത്യേകത? ഇത് നിഷ്കളങ്ക രക്തമാണ്, ഇത് നിർദോഷ രക്തമാണ്, ഇത് പുണ്യാഹ രക്തമാണ്, ഇത് വിലയേറിയ രക്തമാണ്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായത്. ഈ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. വീണ്ടെടുപ്പ് നമുക്ക് നൽകി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ മറ്റൊരു ലക്ഷണം കൂടെ അറിയിക്കാനുണ്ട്. അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത് വാക്യവും 4:30 ചേർത്ത് പഠിക്കണം. എഫേസ്യർ 1:14. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതിന് ധൈര്യമായി വിചാരിക്കുവാനുണ്ട്. ഞാൻ എൻ്റേതല്ല, എന്നെ വീണ്ടെടുത്തവന്റെ വകയാ. ഹല്ലേലൂയ. 4:30 കൂടെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആരുടെയും വെള്ളിയും പൊന്നും കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നാം ഈ രക്തത്തിൻ്റെ വിലയായി സമ്പാദിക്കപ്പെട്ടവരാകിയാൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പാടി അവനെ പുകഴ്ത്താനാ, പാടി അവനെ ആരാധിക്കാനാ. 2 അടി അടിച്ചു ചുമ്മാതിരിക്കല്ല. സ്വർഗത്തിലെ ആരാധന നിർത്താതെ ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പുള്ളി ഇപ്പുറത്തോട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ ഇപ്പുറത്തെ പുള്ളി അങ്ങോട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒരു ദിവസമാണോ, 2 ദിവസമാണോ, ഒരു മാസമാണോ, ഒരു വർഷമാണോ? യുഗങ്ങളായി യുഗങ്ങളായി ശ്രാപ്യന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് വിളിച്ചു പറയാം, കുഞ്ഞാടേ നീ യോഗ്യൻ. എന്തിന്? വീണ്ടെടുക്കുവാൻ യോഗ്യൻ. വീണ്ടെടുപ്പിന് 4 പതനങ്ങളുണ്ട്. പഠനം മുന്നോട്ട് നീങ്ങുകയാ. വീണ്ടെടുപ്പിന് 4 പതനങ്ങളുണ്ട്. 1 ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, 2 ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, 3 അവകാശത്തിൻ്റെ വീണ്ടെടുപ്പ്, 4 ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്. പിടി കിട്ടിയില്ല. 2 കുറിച്ചപ്പോൾ പിന്നെ കിട്ടിയില്ല. ഒന്നുകൂടെ പറഞ്ഞേക്കാം. 1 ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, 2 ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, 3 അവകാശത്തിൻ്റെ വീണ്ടെടുപ്പ്, 4 ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്. ഈ 4 പതനങ്ങളുള്ളതിൽ 1 നടന്നിട്ടുള്ളൂ. ഇതുവരെ 1 നടന്നിട്ടുള്ളൂ. അതെന്താ? നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തതുകൊണ്ടല്ലയോ നിങ്ങളെ മാറ്റിയിരുത്തിയേക്കുന്നത്, ഇവരെ ഇങ്ങോട്ട് ഇരുത്തിയേക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവിലൊക്കെ ഇങ്ങനെ ഇരിക്കും. ലൈറ്റ് പോയാൽ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് മാറ്റി ഇരുത്തിയേക്കുക.
സഹോദരിമാർക്ക് പിടി കിട്ടി, അവർ ചിരിക്കുന്നു. ശരിയാ ശരിയാ ശരിയാ. അയ്യോ, സൗകര്യം വരണമെന്ന് ഓരോരുത്തരുടെ വിവരം അറിയണമെങ്കിൽ സഹോദരിമാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ വിത്തുങ്ങളൊക്കെ പാവത്തുങ്ങൾ, നമ്മളാരാ പുള്ളികളെന്നറിയാമോ? അതിനകത്തൊക്കെ ഇരിപ്പുണ്ട്, ജോളിയും മറ്റതും മറിച്ചതൊക്കെ. വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് നാം ഇന്ന് രാത്രിയിൽ കുഞ്ഞാടിനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ കാണാൻ കുത്തിയിരുന്ന് വല്ല സീരിയലും കണ്ടുകൊണ്ടിരുന്നേനെ. എന്തിനാ വന്നത്? ഞങ്ങളുടെ അരുമനാഥനെ ഒന്ന് ആരാധിക്കുവാൻ. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് താമസമേന നടക്കും. അതെപ്പോഴാണ് നടക്കുന്നത്? കാഹളം ധ്വനിക്കുമ്പോൾ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ മാത്രമേ ശരീരത്തിന് വീണ്ടെടുപ്പ് നടക്കുകയുള്ളൂ. അന്നേ വാദം തീരത്തുള്ളൂ ശരീരത്തിൻ്റെ. ഇപ്പോഴോ മഴക്കോള് മേളി വരുമ്പോൾ കാലിൻ്റെ മുട്ടിലൊരു പിടുത്തം, നട്ടലിനൊരു പിടിപ്പിടിപ്പ്, തീരെ വയ്യ, ചുമച്ചാൽ നിർത്തുന്നില്ല, കൗന്നങ്ങോട്ട് തുടങ്ങിയാൽ അങ്ങ് തുടങ്ങുക. പേടിക്കേണ്ടെന്നേ, അധികകാലമില്ല. താമസവിന കാഹളം ധ്വനിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, ഈ മർത്യമായത് അമർത്യതയെ പ്രാപിക്കും. അപ്പോൾ നമ്മൾ പറയും, മരണം നീങ്ങി, ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഇവിടെ എന്ന് വിളിച്ചു ചോദിക്കുവാൻ അവകാശം നമുക്കേ ഉള്ളൂ, മറ്റാർക്കുമില്ല. ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവകാശമായ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കും. ഇപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടിച്ചു പറിക്കാമല്ലയോ? അവിടെ ക്ഷേത്രം പൊക്കുന്നു, ഇവിടെ പള്ളി തകർക്കുന്നു, അവിടുത്തെ പള്ളിയും കൂടെ പൊളിക്കണമെന്ന് പറയുന്നു, അടുത്ത ക്ഷേത്രം പൊക്കണമെന്ന് പറയുന്നു. എത്ര വേണേലും പൊളിച്ചോ, എത്ര വേണേലും തകർത്തോ, എത്ര വേണേലും ഉണ്ടാക്കിക്കോ, എത്ര നാളത്തേക്കാണെന്ന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് അധിക നാളിങ്ങനെ നിൽക്കത്തില്ല, അധികകാലം ഇങ്ങനെ കാണത്തില്ല. ഇനി ഞങ്ങളെ കൂടെ തല്ലിക്കൊല്ലണോ? കൊന്നോ. ഈ ശരീരത്തെ കൊല്ലുന്നവനെ ഞങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളുവാൻ കഴിവുള്ളവൻ്റെ ആളുകളാ ഞങ്ങൾ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇത് ഞങ്ങൾക്കിവിടെ ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഈ കാഹളം കേൾക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ഉന്നതങ്ങളിലേക്ക് കയറും. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കും. ഈ ഭൂമി ഇവിടുത്തെ ആരുടെയും വകയല്ല. അല്ല, ഇന്ത്യയ്ക്ക് രാഷ്ട്രപിതാവ് എന്ന അപരനാമധേയത്തിന് പാത്രീഭൂതനായ മഹാത്മജി ഇവിടെ ഭരിച്ചില്ല, പോയി. ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ഞാൻ അന്നേ ഉണ്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടൂരിൽ വന്ന് പ്രസംഗിച്ച പീഠം ഈ അടുത്ത കാലത്താണ് മാറ്റിയത്. അതുവരെ ഉണ്ടായിരുന്നവിടെ പടിക്കെട്ടുകളുമൊക്കെ. ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ കണ്ട പുള്ളിയാണ് ഞാൻ. എന്നെപ്പോലെ പ്രായമുള്ളവരിവിടെ ഇരിപ്പുണ്ടവരൊക്കെ കണ്ടു കാണും. ഇന്ത്യയെ പോയി. ഇപ്പോൾ ഉള്ളവർ പുള്ളികളോ പോകും. ആരും ഇവിടെ നിലനിൽക്കത്തില്ല. കാരണം പുറകിൽ നിന്നൊരു തള്ളു വരുന്നുണ്ട്. ഇവിടെ രാജാവായി പിറന്നവൻ, ഹല്ലേലൂയ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ കടന്നു വന്ന ആ ശ്രേഷ്ഠൻ ഇന്നലെ രാത്രി എൻ്റെ വാത്സല്യ സഹോദരൻ ആ ഭാഗം തൊട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1000 ആണ്ട് ഈ ഭൂമിയിൽ ഭരിക്കും. അതെന്തിനാ 1000 ആണ്ട്? അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം ഈ ഭൂമിയിൽ ആരും ജീവിച്ചിരുന്നിട്ടില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് നമ്മുടെ 1000 ദിവസം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെ, ഇന്നലെ കഴിഞ്ഞുപോയ രാത്രിയിലെ ഒരു യാമം പോലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആരാ? മെഥു ശലേഹ്. എത്ര കാലമാ? 969. അങ്ങേരും 1000 തികച്ചില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ പാർത്തുകൊണ്ട് ഭരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്നു. കരങ്ങൾ വീശി ഒന്ന് സ്തോത്രം ചെയ്ത്
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വെറുതെ അല്ല വരുന്നത്. രാജാതി രാജാവെന്നും കർത്താതി കർത്താവെന്നും ഉടുപ്പിന്മേലും തുടമേലും എഴുത്തുള്ളവനായി വെള്ളക്കുതിരപ്പുറത്ത് കയറിയവൻ വരുന്നു. ഹല്ലേലൂയ. ആ ദിവസങ്ങൾ അടുത്തു വരുന്നത് കൊണ്ടാണ് നാം തലകളെ ഉയർത്തി നിൽക്കേണ്ടത്. ഈ ലോകം മൊത്തം എൻ്റെ കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ വരാൻ തുടങ്ങുന്നു. അത് മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനാണ് നിൽക്കുന്നത്. അതിനു മുമ്പ് ഒരുത്തൻ ഇവിടെ ലോകം മൊത്തം ഭരിക്കാൻ കടന്നു വരും. അവൻ ജനിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിലുണ്ടാശാൻ ആരാ? ഈ ഡെമോക്രസി, കിങ്ങോക്രസി മാറി ഡെമോക്രസിയായി. ഈ ഡെമോക്രസിക്ക് പൈശാചികാധിപത്യത്തിന് വഴിമാറും. അവനെ പിടിച്ച് ചങ്ങലയിട്ട് അകത്ത് പൂട്ടിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൻ്റെ രാജ്യത്വം ഏറ്റെടുക്കും. നമ്മുടെ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി ലോകത്തെ ഭരിക്കുവാൻ വരുന്നു. അത് വിളിച്ചു പറയുവാനായിട്ടാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പാർട്ടി പലരുണ്ടാക്കും. കഴിഞ്ഞ ദിവസം കണ്ടാരുണ്ട്, TV വന്നതാ, തമിഴ്നാട്ടിലെങ്ങാണ്ട് ഒരു സിനിമാ നടൻ പുള്ളിയുടെ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കി പോലും. അപ്പോൾ ഈ പ്രാവശ്യം അസംബ്ലിക്ക് മത്സരിക്കുന്നില്ല, MP സ്ഥാനം വരുമ്പോൾ അന്ന് കയറിക്കോളാം എന്നും പറഞ്ഞിട്ട് പുള്ളി ഇരിക്കുന്നു പോലും. ആരൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നൊരിടമുണ്ട്. ആ സമയത്ത് മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ള. ആശാനെ വെറുതെ കാശ് കളയല്ലേ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടത്തും. അന്ന് ഭൂമിയിൽ രോഗമുണ്ടായിരിക്കത്തില്ല, ആശുപത്രിയില്ല, ഡോക്ടറില്ല, നഴ്സില്ല, യാതൊരു പുള്ളികൾക്കും അങ്ങനെയുള്ള ജോലികളൊന്നും ഇവിടെ കിട്ടത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ജീവവൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ ചികിത്സയ്ക്ക് ഉതകും എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറിയാൽ എൻ്റെ ബാക്കി ഭാഗം തീർക്കാനൊക്കത്തില്ല. നീങ്ങട്ടെ. അവൻ വീണ്ടെടുപ്പാൻ യോഗ്യൻ. ദൈവത്തിങ്കിൽ നിന്ന് വീണ്ടെടുപ്പായി ഇറങ്ങി വന്ന ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. 3, അവൻ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുന്നു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ആമേൻ. വെളിപ്പാട് 5:11 മുതലോട് വായിക്കണം. വെളിപ്പാട് 5:11 മുതൽ 14 വരെ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000-10,000-ഉം 1,000,000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആമേൻ. നീ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. അതിൻ്റെ പ്രത്യേകത, നീ സകലവും സൃഷ്ടിച്ചു. അതാ നിന്റെ ഇഷ്ടം ഹേതുവായി സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ സൃഷ്ടികളായി ഞങ്ങൾ സൃഷ്ടാവായി അങ്ങേ ആരാധിക്കുന്നു. ആരെ ആരാധിക്കണം എന്നറിയാൻ വയ്യാത്തവർ ആരെയും കയറി ആരാധിക്കും. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തവൻ എന്തും കയറി ചെയ്യും. അങ്ങനെയാണ്. ഉദാഹരണം, പോകുന്ന വഴിക്ക് കുറച്ചാൾ കൂടി നിൽക്കുന്നു. എന്താന്ന് കാണാൻ നമ്മളും ചെന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ കല്ല് വീണ്
ദാണ്ട് ഇവിടെ വെച്ച് മുറിഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ പൊക്കിപ്പിടുത്തം മറ്റൊരുത്തം പറഞ്ഞു കൊടുത്താ, എടാ താത്തിട്ടാൽ ചോരയെല്ലാം താഴോട്ട് ഒഴുകും, അതുകൊണ്ട് പൊക്കിപ്പിടി. അപ്പം പൊക്കി പിടിച്ചു. മറ്റൊരുത്തം വന്ന് പറഞ്ഞു, അയ്യോ പൊക്കി പിടിച്ചാൽ ഒക്കത്തില്ല, പിന്നെ വെള്ളം കുടിക്കണം, എന്നാൽ കൊണ്ടുപോടാ വെള്ളം. വെള്ളം കൊടുത്തു, അവൻ വെള്ളം കുടിച്ചു. അമക്കിപ്പിടി. അപ്പോൾ പൊക്കി പിടിക്കണം, അമക്കി പിടിക്കണം, വെള്ളം കുടിക്കണം. ഇതൊക്കെ ആരായി പറയുന്നത്? വെളിവില്ലാത്തവന്മാർ. അവരവരുടെ രീതിയിൽ അങ്ങ് അടിച്ചു വിട്ടോളുക. അതുവഴി ഡോക്ടർ വരട്ടെ, ഡോക്ടർ പറയത്തില്ല പൊക്കിപ്പിടി, വെള്ളം കുടി, അമക്കിപ്പിടി. നോ, ഡോക്ടർ പറയും പെട്ടെന്ന് ഓട്ടോ പിടിച്ചങ്ങ് ഹോസ്പിറ്റലിലോട്ടുണ്ട്, ഞാനങ്ങോട്ട് പോവുക, പെട്ടെന്ന് കൊണ്ടുപോവാ. ചെയ്യേണ്ടത് എന്താണ് എന്ന് അറിയാവുന്നവനെ അറിയത്തുള്ളൂ. അവിടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് സ്റ്റിച്ചിടും. സ്റ്റിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് പറയും 3 ദിവസം കഴിയുമ്പോൾ വരണം കേട്ടോ. ഓ ദാണ്ട് ഇന്നതിന്നത് കഴിക്കണം കേട്ടോ, കുറിക്കുന്ന ഗുളിക വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. ഓ ആരെ ആരാധിക്കണം എന്നറിയാൻ പാടില്ലാത്തവൻ ആരെയും കയറി ആരാധിക്കും. ഈ തിരുവചനം പഠിപ്പിക്കുന്നത് 1-2 കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കാം, ശ്രദ്ധിച്ചുകൊണം. 1, മാലാഖയെ ആരാധിക്കരുത്. 2, മറിയമിനെ ആരാധിക്കരുത്. 3, സൃഷ്ടിയെ ആരാധിക്കരുത്. 4, ശില്പങ്ങളെ ആരാധിക്കരുത്. 5, ശ്ലീഹന്മാരെ ആരാധിക്കരുത്. 6, ശ്ലീവായെ ആരാധിക്കരുത്. പോരാ, പ്രകൃതി, പിതൃക്കൾ, പ്രേതങ്ങൾ ഇവയെ ആരാധിക്കാൻ പാടില്ല. ഇനി നമ്മൾ ആരാധനയും തിരിഞ്ഞു നോക്കിക്കേ. നമ്മളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ കാസ്റ്റ് എന്നെഴുന്നിടത്ത് പ്രത്യേകം ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ, നീ ക്രിസ്തുവിനെ ആരാധിക്കുന്നവനാണോ? പിന്നെ ആരാധിച്ച് ഊപ്പാട് വരുന്നവനാണ്. കൂട്ടത്തിൽ ഈ പറഞ്ഞ പലരെ ആരാധിക്കും. പലരെ ആരാധിക്കുക. പ്രകൃതിയെ ആരാധിക്കുന്നുണ്ട്, പ്രേതങ്ങളെ ആരാധിക്കുന്നുണ്ട്, ചത്തുപോയ പിതൃക്കളെ ആരാധിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വിളിക്കുകയല്ലോ അപ്പനപ്പന്മാരെ, കാരണം വലിയച്ഛന്മാരെ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരാം, അറിവില്ല തിരുവില്ല നിങ്ങൾ അപ്പുറം ഞങ്ങൾ ഇപ്പുറം, തെക്കപ്പള്ളി മണിയടിച്ചു, വടക്കപ്പള്ളി വാങ്ങ് വിളിക്കുന്നുണ്ട്. ഓ വെട്ടടി വെട്ടി ആഴ്ത്തി അകവാള് വെട്ടി ഒരു ദൂതറി. നീ അതിനും കൊണ്ടുവന്ന് കാണിക്കേട്ട് തൊഴും. തിരുവചനം പഠിപ്പിക്കുന്നത് ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ ഒരേ ഒരുവൻ, കുഞ്ഞാടേ നീ യോഗ്യൻ. കാരണം നീ ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടികളുമാകുന്നു. പ്രകൃതിയെ ആരാധിക്കരുത്, പ്രേതങ്ങളെ ആരാധിക്കരുത്, പിതൃക്കളെ ആരാധിക്കരുത്, ശ്ലീഹനെ ആരാധിക്കരുത്, ശ്ലീവായെ ആരാധിക്കരുത്, മറിയമിനെ ആരാധിക്കരുത്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് പറയണമെങ്കിൽ വിഷയം മാറിക്കുത്തണം. ആരാധന മാത്രം എടുത്ത് പ്രസംഗിച്ചെങ്കിലേ ഇതിൻ്റെ ഓരോ ഘട്ടമായി കയറാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുക. കുഞ്ഞാടേ നീ ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ്. ഹല്ലേലൂയ, നീ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ നീ വീണ്ടെടുത്തു. നീ സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടികളുമാകുന്നു. ഇനി നീ യോഗ്യൻ, കുഞ്ഞാടേ നീ യോഗ്യൻ. 4, നീ യോഗ്യമണവാളൻ. നീ യോഗ്യമണവാളൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് നീ യോഗ്യം മണവാളനാണെന്ന് പറയാനുള്ള കാരണം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്ത്രീധനം വാങ്ങിക്കാതെ ഞങ്ങളെ കല്യാണം കഴിക്കാവുന്ന വാക്ക് തന്ന കർത്താവേ, നീ ആ യോഗ്യ മണവാളൻ. എത്രയോ വീടുകളിൽ 10ഉം 36ഉം കഴിഞ്ഞിട്ട് പിന്നെയും നിൽക്കുക, അവളുള്ള മുഖമൊക്കെ പിന്നെയും മിനുക്കി റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം കാപ്പിയും കൊണ്ട് പതുക്കെ ചെന്നതാണെന്നറിയാവോ?
എല്ലാം ഒത്തതാ. അവസാനം തുകയ്ക്കൊക്കാതെ വന്നപ്പോൾ അവൻ വേറെ എങ്ങാണ്ട് പോയി കെട്ടി. കുഞ്ഞേ, നിന്നെ കെട്ടിക്കാഞ്ഞത് കാര്യമായി. അവൻ ഇന്നാളിൽ അവളെ ഒഴിഞ്ഞെന്ന്. അവളെ ഒഴിഞ്ഞവന് ഇങ്ങനെയുള്ളവന്മാർ വീട്ടിൽ വരുമ്പം പടിവാതിൽ പോലും തുറക്കല്ലേ, പൊന്നമ്മച്ചി പൊക്കോട്ടെ ഇങ്ങോട്ടേക്ക്. ഇപ്പം നിങ്ങൾ ചോദിക്കും എത്ര വാങ്ങിച്ചുകൊണ്ടാണ് കെട്ടിയെന്ന്. ഞാൻ നോ ശ്രീധനം. എൻ്റെ മോൻ കെട്ടി നോ ശ്രീധനം. കാരണം ഞങ്ങൾക്കറിയാം എന്താ കല്യാണമെന്ന്. ഒന്നും വേണ്ട, പെണ്ണും ചെറുക്കനും ഇഷ്ടമാണോ കല്യാണം നടത്തണമെന്ന്. അതിന് ജാതിയും മതവും 12 തലമുറ പുറകോട്ട് മാന്തി നോക്കാനും ഒന്നും നടക്കരുത്. വട്ടുപിടിച്ചവൻ്റെയൊക്കെ ലക്ഷണമാണ് ഇതൊക്കെ. പോട്ടെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, ഇങ്ങോട്ട് ഏൽപ്പിച്ചു തരിക. അതുകൊണ്ടാണ് നീ യോഗ്യ മണവാളൻ എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 31, 32 വായിച്ച കുഞ്ഞ്. എഫെസ്യർ 5:31, 32. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഇതൊരു മർമ്മമാ. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പൗലോസ് എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ ഇപ്പറഞ്ഞ മർമ്മം ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഈ കണക്കനുസരിച്ച് കല്യാണം കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ പലരും തല താഴ്ത്തും. ഭാര്യയെ തല്ലിയിട്ടില്ലാത്ത അവർ കൈപൊക്കിക്കുക എന്ന് പറഞ്ഞപ്പോൾ പണ്ടൊരു 10-65 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ കൈപൊക്കി. അപ്പോൾ ചോദിച്ചു, ഭാര്യ വന്നിട്ടുണ്ടോന്ന്. ഇല്ലയെന്ന് പറഞ്ഞു. സായിപ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദിഭാഷി പറഞ്ഞു കൊടുത്ത് വന്നിട്ടില്ലെന്ന്. ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല. മരിച്ചുപോയോ? അന്നേരം പുള്ളി പറഞ്ഞു ഇല്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം തിരക്കിയപ്പോൾ പുള്ളി അന്ന് വരെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ആ പുള്ളിയാണ് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുവരെയും ഭാര്യയെ തല്ലിയിട്ടില്ല. ഞാൻ ആ കാര്യം അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഇങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. 2 എണ്ണം വാങ്ങിച്ചിട്ടില്ലാത്ത സഹോദരിമാർ എത്ര പേരുണ്ടെന്ന്. നിൻ്റെ നാക്കാണ് നിനക്ക് നാശമുണ്ടാക്കുന്നത്. നിൻ്റെ ഇടപാടുകളാണ് നിനക്ക് നാശമുണ്ടാക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കാനും മര്യാദയ്ക്ക് ഇടപെടാനും പഠിച്ചാൽ ഒരു കുഴപ്പമുള്ള വർഗമല്ല ഈ ഇരിക്കുന്നത്. പിന്നെ അലുവ പോലെ കൊണ്ട് നടക്കുക. അലുവ പോലെ ഒന്ന് മുറിച്ചാൽ ഒരു മുറി കയ്യിലേക്ക്. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് നിങ്ങളോടങ്ങ് പറ്റിച്ചേരുകയോ. എന്നിട്ട് കർത്താവിനെയും സഭയും കുറിച്ചത്രേ ഇത് പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം നമ്മുടെ പുസ്തകത്തിൽ നിന്ന് തെളിവെടുത്ത് അടുക്കടുക്കായിട്ട് പറഞ്ഞു വരികയാണ് കേട്ടോ. ഇനി ഞാനൊരല്പം അവിടെ നിന്ന് തെറിക്കും. അതെന്തിനാ? സംഗതി ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഒരു വിവാഹത്തിങ്കൽ ഒരു മണവാളനെ കുറിച്ച് 4 വിധ ആളുകൾ 4 വിധത്തിൽ ചിന്തിക്കുന്നു എന്നാണ് നീതിസാരത്തിൻ്റെ വാദം. അതെന്താ പറയാം, ഞാൻ പഠിച്ചതായതുകൊണ്ട് പറഞ്ഞു തരിക കേട്ടോ. ശ്രുതിമിച്ചന്തി വിതരോ, ഏതാ? ശ്രുതിമിച്ചന്തി വിതരോ ധനമിച്ചന്തി മാതരാ ബാന്ധവാ കുലമിച്ചന്തി രൂപമിച്ചന്തി കന്യക. സംസ്കൃതമാ, അല്ല നമ്മൾ ഉദ്ദേശിച്ചതൊന്നുമല്ല. നമ്മളതിനകത്ത് അറിയാവുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതങ്ങോട്ട് പറ. അയ്യട ശ്രുതിമിച്ചന്തി പിതരോ. ഒരു വാഗത്തിങ്കൽ പിതാവ് ആഗ്രഹിക്കുന്നത് മകളെ കെട്ടാൻ വരുന്ന പയ്യൻ സുപ്രസിദ്ധ വാഗ്മിയായിരിക്കണം, ശ്രുതിമാനായിരിക്കണം, അറിവുള്ളവനായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം, അറിവജ്ഞനായിരിക്കണം. അതാ പറയുന്നത് ശ്രുതിമിച്ചന്തി പിതരോ. അപ്പോൾ അമ്മയ്ക്കുള്ള ചിന്ത ശ്രുതിമിച്ചന്തി പിതരോ ധനമിച്ചന്തി മാതര. അമ്മയുടെ ആഗ്രഹം വല്ലതും കഴിക്കാനുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കാവൂ, ഇല്ലെങ്കിൽ അവൾ അങ്ങോട്ട് ചെന്നിട്ട് 4-ാം പക്കം ഇങ്ങോട്ട് വരും. അത് വേണ്ട, ധനവാനായ ഒരുത്തൻ വേണം എൻ്റെ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ. ധനമിച്ചന്തി മാതര. 3
ബാന്ധവാ കുലമിച്ചന്തി. ബന്ധുക്കളുടെ ആഗ്രഹം കുലശ്രേഷ്ഠതയുള്ളവനായിരിക്കണം. ഞങ്ങൾ 4 പേരിറങ്ങി നിന്നാൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വേണം ആ ആലോചന വരാൻ. ബാന്ധവാ കുലമിച്ചന്തി. എന്നിട്ട് ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെങ്കൊച്ചിനൊരു ചിന്തയുണ്ട്. അവിടെ ചിന്ത എന്തുവാന്ന് ചോദിച്ചാൽ ധനവും വേണ്ട, വാഗ്മിയല്ലേലും വേണ്ടിയല്ല, പിന്നെ രൂപമിച്ചന്തി കന്യക. അവളുടെ ഉദ്ദേശം രൂപഗുണമുള്ളവനായിരിക്കണം എന്നെ കല്യാണം കഴിക്കാൻ. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ട എടി കൊള്ളാമല്ലോടി എന്ന് പറയണം. അതിന് പറ്റിയ ചെറുക്കം വേണം ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ട് അവളുടെ ആഗ്രഹം രൂപമിച്ചന്തി കന്യക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇത്രയോ ആണുങ്ങൾ, ഇത്രയോ ആണുങ്ങൾ ഇരിക്കുന്നല്ലോ, ഈ 4 ലക്ഷണം കൂടെ ഒത്ത ഏതെങ്കിലും ഒരുത്തൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ആദരവ് തരാം. ഉണ്ടെങ്കിലും ഇല്ലേലും തരാം. ഇല്ലയോ? ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. കാരണം നമ്മുടെ കവിവര്യന്മാർ പറഞ്ഞു, 1,00,000 മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവൻ 1-2. 1,00,000 മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവൻ 1-2. കാരണം ഉടലതിരമ്യം ഒരുത്തന് കാൽക്കൊരു ഉടലതിരമ്യം ഒരുത്തന് കാൽക്കൊരു മുടന്തുണ്ടെന്നതുമായൊരു ദോഷം. മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനതായൊരു ദോഷം. പിന്നെ പല ഗുണമുള്ളൊരു പുരുഷനവനുടെ തലമുടിയൊക്കെ നരച്ചു വെളുത്തു. ഡൈ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എഴുതിയതാ. പല ഗുണമുള്ളൊരു പുരുഷനവനുടെ തലമുടിയൊക്കെ നരച്ചു വെളുത്തു. പിന്നെ ഇങ്ങനെ ഒരുപാട് കുറ്റമാ. 1,00,000 മനുഷ്യർ കൂടിയാൽ അതിലൊരുമാതിരി കൊള്ളാവുന്നവൻ 1-2 ഉള്ളെന്ന്. എന്നാൽ ഞാൻ വിസ്തരിക്കുന്ന മണവാളൻ 4 ഗുണമുള്ളവനാ. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഒന്ന് ശ്രുതിമാനായിരിക്കണം. നിങ്ങൾക്കറിയാമോ, 12ാമത്തെ വയസ്സിൽ പള്ളിയങ്കണത്തിനകത്ത് ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും കൂടിയിരുന്നതിനകത്തിരുന്നു കൊണ്ട് ഇവൻ്റെ ചോദ്യങ്ങളങ്ങോട്ട് വന്ന് ഇവൻ്റെ ഉത്തരങ്ങളങ്ങോട്ട് ചെന്ന് ഇവൻ്റെയൊക്കെ നെഞ്ചത്തോട്ട് തെറച്ചപ്പോൾ മൂപ്പന്മാർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശാസ്ത്രം അഭ്യസിച്ചിട്ടില്ലാത്തവന് ഈ ജ്ഞാനം എവിടുന്നപ്പാ? അത്ര ശ്രേഷ്ഠനായിരുന്നു. അവൻ്റെ ജ്ഞാനത്തോട് പിടിക്കാൻ ഒറ്റ ഒരുത്തൻ ലോകത്തിലില്ലായിരുന്നു. കണ്ടോ അന്നത്തെ ഒരു പരിപാടി? കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ തന്നെ കൊടുക്കാനാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇന്ത്യയെ കരം കൊടുക്കാനുള്ള ഒരു നാണയം കൊണ്ടുപോവാ. അപ്പോൾ നാണയം കൊണ്ട് കാണും. ഇതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? അവർ തന്നെ പറഞ്ഞു കൈസറുടേത്. കൈസർക്കുള്ളത് കൈസർക്കൂടെ, ദൈവത്തിനുള്ളത് ദൈവത്തിനൂടെ. നീ നിന്റെ സ്വരൂപവും മേലെഴുത്തും ദൈവത്തിൻ്റെതാ. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഈ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ദൈവത്തിനുള്ളവനാണ്, നിന്നെ ദൈവത്തിന് കൊടുക്കുന്നവർ. പിന്നെ അടുത്ത കാലത്തെങ്ങും അങ്ങോട്ടൊരുത്തിനും തിരിഞ്ഞു നോക്കിയില്ല. അത്ര ശ്രേഷ്ഠ വാഗ്മിയായിരുന്നു നമ്മുടെ കർത്താവ്. 2, അമ്മയുടെ ഉദ്ദേശം കാശുള്ളവനായിരിക്കണമെന്ന്. തിരുവചനം പഠിപ്പിക്കുന്നതേ, അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഏത് വയല്? മുത്ത് നിധി ഒളിച്ചു വെച്ചിരുന്ന വയലിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. അവനോളം ഉള്ളാവുന്നവർ, അവനോളം ഉള്ളവർ ഉലകത്തിൽ ഇന്ന് വരെ പിറന്നിട്ടില്ല. ഇവിടെ ഓരോരുത്തർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയും ടാറ്റ, ബിർള, അംബാനി, അദാനി. ഇന്ത്യയിലെ മാത്രം ആനിയ, ഇന്ത്യയിലെ മാത്രം ആനിയ. ലോകമെമ്പാടുമുള്ള സകല ധനവാന്മാരെ എടുത്തു വച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ ധനത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ
ഓരോരുത്തൻ മറയത്ത് പോയി കുത്തിയിരിക്കും. കാരണം അവൻ്റെ മഹിമാതനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ സമ്പത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്ന് നമുക്ക് വാക്ക് തന്നവനാ നമ്മുടെ കർത്താവ്. നമ്മൾ വെറുതെക്കാരല്ലെന്നേ, വെറുതെ വന്ന് ചുമ്മാ കുത്തിയിരിക്കല്ല. ഈ വെള്ളത്തുണിയും തലയിലിട്ടുകൊണ്ട് വന്ന് കുത്തിയിരിക്കുന്നത് ഒന്നുമില്ലാത്തവരല്ലെന്നേ. സകല സമ്പത്തിൻ്റെ ഉടമസ്ഥരാ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പേരിൽ തീരെഴുതിയവൻ നമ്മുടെ മണവാളനാ. അവൻ പണക്കാരൻ തന്നെയാ. സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്നവനാ. 3, അവൻ കുലശ്രേഷ്ഠനായിരിക്കണം. അവൻ കുലശ്രേഷ്ഠനായിരിക്കണം. ഭൂമിയിൽ ഇന്ന് വരെ പിറന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ കുലമാണ് യഹൂദാ കുലം. അതിനോളം പിടിക്കാവുന്നത് ആരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ഈ യഹൂദാ കുലത്തിലെ ചോട്ടായല്ല എൻ്റെ കർത്താവ്, അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാ. അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠ കുലത്തിലെ ശ്രേഷ്ഠ മുദ്രയുടെ തത്വത്തിൻ്റെ മുദ്രയായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് പോരാ. 4, അവൻ രൂപഗുണമുള്ളവനായിരിക്കണം. അവനെക്കുറിച്ച് ശൂലേമി പറഞ്ഞു, അവൻ സർവാംഗ സുന്ദരൻ. കരങ്ങൾ വീശി വീശി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. മണ്ണെ പ്രതിപാദിക്കും പേടിയുമില്ല ഞാൻ. പോയി മണ്ണെ പ്രതിപാദിക്കും പേടിയുമില്ല ഞാൻ. പുത്രിമാരൻ ചുറ്റും നിന്നോടാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോടാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംഗപ്രത്യംഗമായി എടുത്തു നോക്കിയാൽ അവനെപ്പോലൊരു സുന്ദരൻ ഇന്ന് വരെ ലോകത്തിൽ പിറന്നിട്ടില്ലെന്ന്. ഊനമില്ലാത്തവൻ, എത്ര ശ്രേഷ്ഠൻ! ഹല്ലേലൂയ! അവനെക്കുറിച്ചാ പറഞ്ഞത്, അവൻ സർവാംഗ സുന്ദരനാണെന്ന്. അവനാണ് ശ്രേഷ്ഠ മണവാളൻ. അവൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ ഈ കാര്യം പറയുന്നത്. ആ മർമ്മം നമുക്ക് വേണ്ടി അങ്ങനെയാണ് വെളിപ്പെടുത്തി തന്നത്. അവസാനമായി നമ്മൾ പഠിക്കാൻ പോണത്, അവൻ ന്യായം വിധിക്കുവാൻ യോഗ്യൻ. കുഞ്ഞാടേ, നീ യോഗ്യൻ. 5, ന്യായം വിധിക്കുവാൻ യോഗ്യൻ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 31-ാമത് വാക്യം വായിക്കാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ
അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. ദൈവത്താൽ നിയമിക്കപ്പെട്ട ന്യായാധിപതി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ന്യായാധിപന്മാർക്കൊക്കെ പരിധികളുണ്ട്. ശരി ഇന്നതാണ് എന്നറിയാം, എന്നാലും ഇങ്ങനെ വിധിക്കാൻ ഒക്കൂ. അതൊക്കെ അടുത്ത കാലത്തെ ന്യായവിസ്താരത്തിലൊക്കെ നമ്മളൊക്കെ അറിഞ്ഞും കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുക. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാലും മേളിൽ നിന്ന് ഉദ്യമമുള്ളത് കൊണ്ട് അങ്ങനെ വിധിക്കാൻ ഒക്കൂ. ചിലരെ സ്ഥലം മാറ്റിയാലും വിധിപ്പിച്ചിരിക്കും. അതൊക്കെ ഇവിടെ ഓരോരുത്തരെ ആക്കി വെക്കുന്ന ന്യായാധിപതിമാരാ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്താൽ ആക്കപ്പെട്ട ഒരേ ഒരു ന്യായാധിപതിയുണ്ട്. അതാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന നസ്രേനായ യേശു. അവനെക്കുറിച്ചാണ് പറഞ്ഞത്, താൻ മുഖാന്തരം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം അവൻ ലോകത്തെ ന്യായം വിധിക്കുവാൻ ഒരു ദിവസം വെച്ചു. ഒന്നുകൂടെ വായിച്ചിട്ട് മോളേത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. പിന്നെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകി. എങ്ങനെ? അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനാൽ. ഇതുപോലെ ദൈവത്താൽ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് വന്ന ആരെങ്കിലും ലോകത്ത് വേറെ ഉണ്ടോ? കർത്താവ് ഉയർപ്പിച്ച ലാസറിനെ കുറിച്ചോ യായറോസിൻ്റെ മോളെക്കുറിച്ചോ അല്ല ഞാനീ പറയുന്നത്. അവരൊക്കെ പിന്നെയും ചത്തു, പിന്നെയും കുഴിച്ചിട്ടു. എന്നാൽ നസ്രേനായ യേശു അവൻ ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ മഹിമയുടെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ മധ്യസ്ഥനായി നിലകൊള്ളുന്നു. താമസമിന അവൻ ന്യായാധിപതിയായി ഇറങ്ങി വരും. കാരണം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചു. കുഞ്ഞാടേ, നീ യോഗ്യൻ. LLB പാസ്സായി ന്യായാധിപതിയായതല്ല, LLM അല്ല, പിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഈ തത്തുല്യമായ യോഗ്യതയുള്ള വേറെ ഏതെങ്കിലും പുള്ളികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ന്യായവിധിയിൽ കയറി നിൽക്കാം. ഇല്ലെന്നേ, ഉലക മഹാന്മാർ അഖിലവും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു എന്ന് ചെറിയാൻ സാർ പാടിയ പോലെ, ME ചെറിയാൻ സാർ പാടിയതുപോലെ ഇന്ന് രാത്രി നാം വിളിച്ചു പറയാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ. ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ ഈ വാക്ക് ഏറ്റേറ്റ് പറഞ്ഞുകൊണ്ട് പോകണം. യേശു ഒരുവൻ മാത്രം യോഗ്യൻ, യേശു ഒരുവൻ മാത്രം യോഗ്യൻ. ഈ യോഗ്യനായ കർത്താവ് നിന്നോടുകൂടെ നിൻ്റെ വീട്ടിനകത്ത് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. എത്ര പേർക്കിത് ആഗ്രഹമുണ്ട്? ഈ ശ്രേഷ്ഠൻ നിന്റെ രക്ഷിതാവായി, നിന്റെ വീണ്ടെടുപ്പുകാരനായി, നിന്റെ മണവാളനായി നിന്നോടുകൂടെ കടന്നു വരുവാൻ യോഗ്യനായവനായി ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് അവനെ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ സുവിശേഷ പ്രസംഗം എന്നും ഇല്ല ആശാനെ, കുറച്ച് കഴിയുമ്പോൾ ഇത് നിർത്തും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി അടുത്തു കഴിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ ഭാഗ്യമുള്ളവരാ, ഇന്ന് രാത്രി നിങ്ങൾ ഭാഗ്യവതികളാ. ഈ തിരുവചനം കേൾക്കുവാൻ അവസരം ലഭിച്ചല്ലോ. ഇന്ന് പലയിടത്തും തിരുവചനം പ്രസംഗമില്ല, പിന്നെ വിടുതല. എന്തോന്ന് വിടുതൽ? ഇന്നലെ വന്നവൻ വിടുതൽ, മെനഞ്ഞാന്ന് വന്നവൻ വിടുതൽ, അതിൻ്റെ തലേന്ന് വന്നവൻ വിടുതൽ, ഇന്ന് വന്നവൻ വിടുതൽ, ഇനി 2 ദിവസം കഴിഞ്ഞ് വരുന്നവനും വിടുതൽ. എന്തോ എൻ്റെ വിടുതലാടാ കൂവേ. തിരുവചനം പ്രസംഗിക്കാതിരിക്കാൻ സാത്താൻ ചെയ്തു വെച്ചേക്കുന്ന വലിയൊരു തന്ത്രമായത്. ലോറി കയറ്റി ആളിനെ ഇറക്കുക, ആളുകളെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന് തുള്ളി ഉറയുക, എന്നിട്ട് സ്വോത്ര കാഴ്ച ഇടുക, അവിടുന്ന് സ്ഥലം വിടുക. ഇത് തിരുവചനത്തിനെതിരായി പിശാച് കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന സാത്താന്യ തന്ത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ശ്രേഷ്ഠനായ കർത്താവിനെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഏറ്റെടുത്ത്
ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ എത്ര പേരാഗ്രഹിക്കുന്നു, എത്ര പേരാഗ്രഹിക്കുന്നു. കുഞ്ഞാടേ, നീ യോഗ്യൻ.